അഞ്ചാം അധ്യായം തുടങ്ങുമ്പോൾ നോവൽ വർത്തമാനകാലത്തിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. 10 വർഷം മുമ്പ് ചെമ്പകത്തിൻ്റെ കക്കൂസ് കുഴിയിൽ വീണ ഭാസ്കരൻ മാഷിൻ്റെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നോവലിസ്റ്റ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. 5-ാം അധ്യായം തുടങ്ങുമ്പോൾ മറയൂർ പെട്രോൾ പമ്പിന് എതിർവശത്തെ കടയിൽ നിന്നും ചായ കുടിക്കുന്ന ഭാസ്കരൻ മാഷിനെ നമുക്ക് കാണാം. 3-ാമത്തെ കടയുടെ മുന്നിൽ വന്ന കാറിലെ ഡ്രൈവർ ചെമ്പകത്തിൻ്റെ വീട് തിരക്കുന്നു. മറുപടിക്കൊപ്പം ചില പരിഹാസവും കേൾക്കുന്നവർ തുടരുന്നുണ്ട്. ഇതിനിടയിൽ കടക്കാരൻ ലാസർ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ വഴി പറയുന്നത് ഇങ്ങനെയാണ്: 1.5 കിലോമീറ്റർ പോയാൽ തീട്ടം ഭാസ്കരൻ്റെ വീട് കാണാം. ഇത് കാറുകാരനിൽ സംശയം ഉണർത്തുന്നു. അയാൾ പറയുന്നു, തനിക്ക് ചെമ്പകത്തിൻ്റെ വീടാണ് അറിയേണ്ടത്. എന്നാൽ കടക്കാരൻ ലാസർ സംശയം ദൂരീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതുതന്നെ, തീട്ടത്തിൻ്റെ വീടിനോട് ചേർന്ന് ഇടത്തോട്ടൊരു വഴി കാണും. ഒരു 3/4 കിലോമീറ്റർ ഇറക്കം ചെന്ന് നിൽക്കുന്നത് ചെമ്പകത്തിൻ്റെ വീട്ടിലാണ്. ഈ മറുപടിയിൽ തൃപ്തനായ ഡ്രൈവർ കൗതുകത്തോടെ വീണ്ടും ചോദിക്കുന്നു, മറ്റേതാരാ എന്ന്. മറുപടിയായി അയാൾ ഭാസ്കരൻ, തീട്ടം ഭാസ്കരൻ എന്ന് പറയുന്നു. എല്ലാവരും ചിരിക്കുന്നു. ഇതെല്ലാം കേട്ടു നിന്നിരുന്ന ഭാസ്കരൻ മാഷ് ഒരു ദൃഢപ്രതിജ്ഞയിലേക്ക് പോവുകയാണ്. ഒടുക്കം തീട്ടവും മണക്കുന്ന കാലം വരുമെടാ. എല്ലാവരും നോക്കിയിരുന്നു. ഇങ്ങനെ തനിക്കുണ്ടായ അപമാനത്തിൽ നീറിപ്പുകയുന്ന ഭാസ്കരൻ സാറിൻ്റെ ചിത്രം 5-ാം അധ്യായത്തിൽ നോവലിസ്റ്റ് കാട്ടിത്തരുന്നുണ്ട്. തുടർന്ന് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 10 വർഷം മുൻപിൽ കഥ നിൽക്കുകയാണ്. സാറ് കുഴിയിൽ വീണതുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളിലേക്കാണ് 6-ാം അധ്യായം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അധ്യായം ആരംഭിക്കുന്നത് കുഴിയിൽ വീണതിൻ്റെ 2-ാം ദിവസത്തെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഭാസ്കരൻ മാഷിനെ കാണാനായി വരുന്നത് പാർട്ടി ജില്ലാ നേതാവ് പീറ്ററാണ്. ചെറുനാരങ്ങ മണത്തിരിക്കുന്ന ഭാസ്കരൻ മാഷിനെ കാണാതെ മകൻ അനി പീറ്ററിനെ മാറ്റി നിർത്തി ചോദിച്ചു, പീറ്ററേട്ടാ, പ്രശ്നം വല്ലതുമുണ്ടോ? ചെമ്പകത്തിൻ്റെ പൊട്ടിയ കക്കൂസ് ലാബ് കെട്ടിക്കൊടുക്കുക എന്നതു മാത്രമേ പ്രശ്നമായുള്ളൂ എന്ന് പീറ്ററിൻ്റെ മറുപടി അനിക്ക് തൃപ്തിയായില്ല. അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അവന് ആശങ്കയുണ്ടായിരുന്നു എന്ന് തുടർന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ വ്യക്തമാണ്. അതല്ല പാർട്ടിയിൽ, അതായിരുന്നു അനിയുടെ സംശയം. പാർട്ടിയിൽ അച്ഛന് നാണക്കേടായോ? പീറ്റർ ആശ്വസിപ്പിക്കുന്ന മട്ടിൽ അനിയോട് പറഞ്ഞു. എന്നാത്തിനാ? തുടർന്ന് പീറ്റർ മാഷിനോട് ആ സംഭവം മറന്നു കളയാൻ ആവശ്യപ്പെടുന്നു. സാർ, പഴയതുപോലെ പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് പീറ്റർ ആവശ്യപ്പെട്ടത്. പിന്നെ സാറിനെ കാണാൻ വന്നത് ഉതുപ്പാനാണ്. അയാളോട് സാർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നു. എൻ്റെ ഉതുപ്പേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുറുക്കു വഴി സ്വീകരിച്ചത്. അതിങ്ങനൊരു അക്കിടിയാകുമെന്ന് കരുതിയില്ല. സത്യത്തിൽ എന്തായിരുന്നു പറ്റിയതെന്ന ഉതുപ്പിൻ്റെ ചോദ്യത്തിന് മറുപടിയായി മാഷ് അന്നുണ്ടായ സംഭവം പറയുന്നു. ചെമ്പകത്തിൻ്റെ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടി ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് കടക്കാൻ ഭാസ്കരൻ മാഷ് ശ്രമിക്കുകയാണ്. ഭാസ്കരൻ മാഷ് തൊട്ടു മുൻപിൽ ഒരു പന്നിക്കാട്ടം കാണുന്നു. അതിൽ ചവിട്ടാതെ ചാടിയത് ചെമ്പകത്തിൻ്റെ കക്കൂസ് ടാങ്കിൻ്റെ സ്ലാബിൻ്റെ പുറത്തേക്കായിരുന്നു. കരുത്തു കുറഞ്ഞ സ്ലാബ് പൊട്ടി മാഷ് ആഴമുള്ള കുഴിയിൽ വീണു. കക്കൂസ് മാലിന്യത്തിൽ മുങ്ങിയ മാഷിന് അവിടുന്ന് കയറാനും കഴിഞ്ഞില്ല. ആ സംഭവം മാഷ് പറഞ്ഞപ്പോൾ ഉതുപ്പാൻ ആശ്വസിപ്പിച്ചു. പക്ഷേ പ്രശ്നങ്ങൾ ശരിക്കും തുടങ്ങാൻ പോകുന്നതേ ഉള്ളായിരുന്നു. 7-ാം അധ്യായത്തിൽ കാണുന്നത് മറയൂർ ടൗണിലെ ഒരു വൈകുന്നേരമാണ്. സാറ് ചെമ്പകത്തിൻ്റെ കക്കൂസ് കുഴിയിൽ വീണതിൻ്റെ 3-ാം ദിവസമായിരുന്നു അത്. അനി, ഭാസ്കരൻ മാഷിൻ്റെ മകൻ, എറണാകുളത്ത് പോയി വരും വഴി എതിർകക്ഷി പാർട്ടിയുടെ യോഗം കാണുന്നു. നേതാവ് കാക്കിപ്പാപ്പുവിൻ്റെ വാക്കുകൾ അനിയെ ദേഷ്യവും സങ്കടവും നിറച്ചു. കാക്കിപ്പാപ്പു മാഷിനെ ആവോളം അപമാനിച്ചു. ചെമ്പകവുമായി മാഷിന് ഇല്ലാത്ത രഹസ്യബന്ധം ഉണ്ടെന്ന തരത്തിൽ സംഭവത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അതിനായി ഉതുപ്പാനെ കൂട്ടുപിടിച്ചു. ഉതുപ്പാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചു. ഉടുപ്പ് വാങ്ങാൻ അന്ന് വരാൻ പറഞ്ഞില്ല എന്ന നുണ കൂടി പറഞ്ഞതോടെ മാഷ് പ്രതിക്കൂട്ടിലായി. ഉതുപ്പാൻ സംഭവം വിവരിച്ചു. 10 മണിയോടെ ബഹളം കേട്ട് നാട്ടുകാർ കൂട്ടം കൂടിയതും ഫയർഫോഴ്സ് വന്നതും ഒടുക്കം JCBയുടെ കയ്യിൽ സാറിനെ കോരിയെടുത്തതും ഒടുവിൽ ഉതുപ്പാൻ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ കാക്കിപ്പാപ്പു ചെമ്പകവുമായുള്ള മാഷിൻ്റെ ബന്ധത്തിന് അടിവരയിട്ടു. മാഷിനെ തീട്ടം എന്ന് വിളിച്ച് ആളുകൾ അപമാനിക്കുന്നിടത്ത് 7-ാം അധ്യായം അവസാനിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ പീറ്ററും പാർട്ടിക്കാരും വീണ്ടും സാറിനെ കാണാൻ വരുന്നു. വീണ്ടും സോപ്പ് പതപ്പിച്ച് കുളിക്കുന്ന ഭാസ്കരൻ മാഷിനെ കണ്ടുകൊണ്ടാണവർ
വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. മാഷിന് ഒരു പുതിയ വാർത്ത കൂടി അവർ കൈമാറി. ഉതുപ്പാൻ സാറിനെതിരെ മത്സരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. ഉറ്റ സുഹൃത്ത് അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയെന്നായിരുന്നു പീറ്റർ ചോദിച്ചത്. സാർ കടുത്ത തീരുമാനത്തിലെത്തി. പീറ്ററിന് തൻ്റെ രാജിക്കത്ത് നൽകി. വ്യക്തിപരമായ കാരണങ്ങളാൽ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നു എന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഭാസ്കരൻ മാഷ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ തീട്ടത്തിൽ ചവിട്ടാതിരിക്കാൻ നോക്കി. അടിമുടി അതിൽ വീണു.